എത്ര പറ്റിക്കപ്പെട്ടാലും സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്ക് മലയാളി വഴങ്ങിക്കൊടുക്കും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ സംഭവിച്ചത്. ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറാണ് വിർച്വൽ അറസ്റ്റിന് വഴങ്ങി പണം നഷ്ടപ്പെടുത്തിയത്. ബാങ്കിന്റെയും പോലീസിന്റെയും സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഡോക്ടറിനൊടുവിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞത്. റിസർവ് ബാങ്കിന്റെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശപ്രകാരം കേസുണ്ടെന്നും പണം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു അറസ്റ്റ്. തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ ഡോക്ടർ നേരിട്ട് ബാങ്കിലെത്തി. പണം അയക്കുന്ന അക്കൗണ്ടിൽ അപ്പോൾ തന്നെ ബാങ്ക് ജീവനക്കാർ സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ സൈബർ തട്ടിപ്പുകാരുടെ ഭീഷണിയിൽ കുരുങ്ങിയ ഡോക്ടർ ബാങ്കുകാർ പറഞ്ഞത് മുഖവിലയ്ക്കെടുത്തില്ല. പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചത് ഇപ്പോൾ സൈബർ തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ലല്ലോ എന്നും കൂടി ചോദിച്ചായിരുന്നു. അപ്പോഴും പുള്ളി അത് അല്ല, കുഴപ്പമില്ല, അയച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മൾ അയക്കുമായിരുന്നു പണ്ട്. SBIയുടെ ഫിനാൻസ് ഇന്റലിജൻസ് വിഭാഗമാണ് ഡോക്ടർ തട്ടിപ്പിന് ഇരയായി എന്ന് കണ്ടെത്തിയത്. ഉടൻ തന്നെ തിരുവനന്തപുരത്തെ സൈബർ പോലീസ് ആസ്ഥാനത്തേക്ക് അറിയിപ്പ് നൽകി. സൈബർ ആസ്ഥാനത്ത് നിന്ന് ലഭിച്ച അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ചങ്ങനാശ്ശേരി പോലീസ് വീട്ടിലെത്തുമ്പോൾ ഡോക്ടർ അടച്ചിട്ട മുറിയിൽ വിർച്വൽ അറസ്റ്റിലായിരുന്നു. പോലീസുകാരോട് പ്രശ്നമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാനാണ് ഡോക്ടർ ശ്രമിച്ചത്. അദ്ദേഹം വന്ന് വാതിൽ തുറന്നിട്ടും ഇതേ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓൾ ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എങ്കിലും ഇദ്ദേഹം പാനിക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഇൻസ്പെക്ടർ അകത്തിരിക്കുന്ന ഫോൺ കോളിൽ നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടറും കൂടെ കയറി അല്പം അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനെതിരായിട്ട് നമ്മൾ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുംബൈ പോലീസ് എന്നുള്ള നിലയ്ക്ക് വെർച്വൽ അറസ്റ്റിൻ്റെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇരുന്നത്. അപ്പോൾ നമ്മൾ കേരള പോലീസാണെന്ന് പറയുകയും തിരിച്ച് അവരെ ചോദ്യം ചെയ്തത് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. പോലീസിന്റെയും ബാങ്കിന്റെയും സമയോചിത ഇടപെടലിൽ ഡോക്ടർ തട്ടിപ്പുകാർക്ക് കൈമാറിയ 5 ലക്ഷം രൂപയിൽ ഭൂരിഭാഗവും തിരിച്ചെടുത്തു. 75,000-ഓളം രൂപ നഷ്ടമായി. ചങ്ങനാശ്ശേരി പോലീസ് തട്ടിപ്പുകാർക്കെതിരെ കേസെടുത്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം, കോട്ടയം.